പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാവുകയാണ്. മാത്രവുമല്ല, തന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പ്രകാശൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് പ്രകാശനെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. പ്രകാശൻ സത്യങ്ങൾ തിരിച്ചറിയുകയാണ്. കാർത്തികയുടെ അമ്മയാണ് ലക്ഷ്മി എന്നുള്ള സത്യം. ഇത്രയും നാൾ ഞാൻ ഫോണിൽ സംസാരിച്ചത് എൻ്റെ ആദ്യ ഭാര്യയായ ലക്ഷ്മിയോടാണ് എന്നും മാത്രവുമല്ല, എന്നെ ലക്ഷ്മിയും കാർത്തികയും കിരണും കല്യാണിയും ചേർന്ന് പൊട്ടം കളിപ്പിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ തകർന്നു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രകാശൻ വിചാരിച്ചിരുന്നില്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആവുകയാണ് പ്രകാശൻ. ഇതോടെ ഇനി എന്തു ചെയ്യണം എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ പ്രകാശനാകെ തരിച്ച് നിന്നു പോകുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് ഉറപ്പിക്കുന്ന പ്രകാശൻ ഇതേ തുടർന്ന് തന്നെ പറ്റിച്ചവരെയൊന്നും വെറുതെ വിടില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രകാശൻ കാർത്തികയെയും കാർത്തികയുടെ അമ്മയെയും കാണുന്നതിനായി എത്തുകയാണ്. നിങ്ങളുടെ ചതി ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. കാർത്തികയെ ഞാൻ അത്രയധികം വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു അബദ്ധം പറ്റിപ്പോയത്. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു അബദ്ധം കാണിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ വിശ്വാസത്തെയാണ് മുതലെടുത്തത്. ഇത് കേൾക്കുന്ന കാർത്തിക നിങ്ങളുടെ വിശ്വാസത്തെയോ, നിങ്ങൾ എൻ്റെ അമ്മയെ ചവിട്ടി അരയ്ക്കുകയാണ് ചെയ്തത്. എന്നെ വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ പിന്നെ എങ്ങനെ പെരുമാറണം? നിങ്ങളെ കൊന്നുകളയാത്തത് എൻ്റെ ഒരു ഔദാര്യം മാത്രമായി കണ്ടാൽ മതി എന്നും നിങ്ങളെ കൊണ്ട് നരകത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കാർത്തിക അത്രയധികം നിങ്ങൾ എൻ്റെ അമ്മയെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന പ്രകാശൻ നിർത്തടി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇതിൽ ഇടപെടുകയാണ് ലക്ഷ്മി. നിങ്ങൾക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് ഇനിയും തിരിച്ചടികൾ കിട്ടും. നിങ്ങൾ ഇനിയും കരയും. ഇത് കേൾക്കുന്ന പ്രകാശൻ ഇല്ലടി, ഇന്നത്തോടെ പ്രകാശൻ പുതിയൊരു ആളായി മാറിയിരിക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് അതുപോലെ തന്നെ നിങ്ങളെയും എല്ലാം നഷ്ടപ്പെട്ടവരായി കാണണം. നിങ്ങളെ അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. മകളാണ്, അതുപോലെ തന്നെ ഭാര്യയാണ് എന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ പ്രകാശൻ കളയുകയാണ്. നിങ്ങളുടെ നാശം അത് മാത്രമാണ് ഇനി പ്രകാശന്റെ ലക്ഷ്യം. മാത്രവുമല്ല, ഇതിന് കൂട്ടുനിന്ന കല്യാണിയെയും കിരണിനെയും ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി എങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രകാശൻ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.